ഓരോ അണുവിലും വർഗീയത. ഇതാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ പ്രത്യേകത. വർഗീയ വിഷം നിരന്തരം തുപ്പിക്കൊണ്ടിരിക്കുന്നു യോഗി ആദിത്യനാഥ്. യോഗി ആദിത്യനാഥിന്റെ പ്രവർത്തനത്തിൽ ബിജെപി കേന്ദ്ര നേതൃത്വത്തിന് അതൃപ്തിയുണ്ട്. പക്ഷേ അദ്ദേഹം അതൊന്നും കാര്യമാക്കുന്നില്ല. അദ്ദേഹം അദ്ദേഹത്തിന്റേതായ വഴിയിൽ വർഗീയ വിഷം ചുമത്തി മുന്നേറുന്നു. യുപിയിൽ മുസ്ലിങ്ങൾക്കെതിരെ അദ്ദേഹം നടത്തിയ ക്രൂരതകൾ ഇപ്പോൾ തെളിവുകൾ സഹിതം ഓരോന്നോരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിം സമുദായത്തെ വോട്ട് ചെയ്യാൻ അനുവദിക്കാതിരിക്കുക, അവരെ വോട്ട് ചെയ്യാൻ അനുവദിക്കാതെ വോട്ടിക്കുക, ഇങ്ങനെയുള്ള ഒരുപാട് ക്രൂരതകൾ ചെയ്തു. ഇത്തവണ സമാജ്വാദി പാർട്ടി നല്ല ശക്തിയോടെ തിരിച്ചു വരികയും മുസ്ലിങ്ങളെ കൊണ്ട് വോട്ട് ചെയ്യിക്കുകയും ചെയ്തു. ദളിതരോട് കാണിക്കുന്ന ക്രൂരതയും പുറത്തു വന്നിരിക്കുന്നു. ആൾക്കൂട്ട കൊലപാതകങ്ങളുടെ പിന്നാമ്പുറ കഥകൾ പുറത്തു വന്നിരിക്കുന്നു. എൻകൌണ്ടർ കൊലപാതകങ്ങളുടെ പിന്നാമ്പുറ കഥകൾ പുറത്തു വന്നിരിക്കുന്നു. ഇപ്പോഴിതാ ഏറ്റവും ഒടുവിൽ വീണ്ടും വർഗീയ വിഷം തുപ്പിയിരിക്കുന്നു യോഗി. മുഹറത്തിന് സർക്കാർ പറയുന്ന ചില നിയന്ത്രണങ്ങളുണ്ട്. ആ നിയന്ത്രണങ്ങൾ പാലിച്ചില്ലെങ്കിൽ വീട്ടിലിരിക്കണം. ഇതാണ് യോഗി പറഞ്ഞിരിക്കുന്നത്. മുഹറം മുസ്ലിങ്ങളുടെ ആഘോഷമാണ്. മുഹറം അവരുടെ സ്വാതന്ത്ര്യത്തിന്റെ ആഘോഷമാണ്. ആ ആഘോഷത്തിന് ചില നിയന്ത്രണങ്ങൾ സർക്കാർ കൊണ്ടുവരുമെന്നും ആ നിയന്ത്രണങ്ങൾ പാലിച്ചില്ലെങ്കിൽ വീട്ടിലിരിക്കേണ്ടി വരുമെന്നുമാണ് യോഗി ആദിത്യനാഥ് പറഞ്ഞിരിക്കുന്നത്. ബിജെപി സംസ്ഥാന സമിതിയിലാണ് യോഗി ആദിത്യനാഥ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ചുരുക്കത്തിൽ മുസ്ലിങ്ങളുടെ പരിഭാവനമായ മുഹറവും കുളമാക്കിയിരിക്കുന്നു യോഗി ആദിത്യനാഥ്. യോഗി ആദിത്യനാഥ് എന്നും ഇങ്ങനെയാണ്. മുസ്ലിങ്ങളുടെ ആഘോഷത്തിനുമേൽ എപ്പോഴും ഒരു നിയന്ത്രണം ഏർപ്പെടുത്തും. റോഡിൽ വെച്ച് നിസ്കരിക്കാൻ പാടില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് നിയന്ത്രണങ്ങൾ ഇതുവരെ കൊണ്ടുവന്നു. ഇനി മുഹറത്തിനും നിയന്ത്രണങ്ങൾ കൊണ്ടുവരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മുഹറത്തിന് സർക്കാരിന്റേതായ നിയന്ത്രണം കൊണ്ടുവരും. ആ നിയന്ത്രണം അനുസരിച്ച് പ്രവർത്തിക്കണം. അല്ലെങ്കിൽ വീടിന് പുറത്തിറങ്ങാൻ പറ്റില്ല. സർക്കാർ പറയുന്ന നിയന്ത്രണങ്ങൾ ലംഘിച്ചാൽ പോലീസ് അറസ്റ്റ് ചെയ്യും. ഇതൊക്കെയാണ് യോഗി പറഞ്ഞിരിക്കുന്നത്. ഹിന്ദുക്കളുടെ ഉത്സവമൊക്കെ ഉത്തർപ്രദേശിൽ തകൃതിയായി നടക്കുന്നുണ്ട്. അതിനൊന്നും യാതൊരു നിയന്ത്രണവുമില്ല. പക്ഷേ മുസ്ലിങ്ങളുടെ മുഹറത്തിന്റെ കാര്യം വരുമ്പോൾ ശക്തമായ ഒരു നിയന്ത്രണം കൊണ്ടുവന്നിരിക്കുന്നു യോഗി ആദിത്യനാഥ്. എന്ത് കഷ്ടമാണെന്ന് നോക്കണേ. ഒരു സമൂഹത്തിന് അവരുടെ ഉത്സവം ആഘോഷിക്കാൻ പറ്റാത്ത അവസ്ഥ, അവരുടെ ഉത്സവാഘോഷത്തിനുമേൽ കൂച്ചുവിലങ്ങ് ഇടുന്ന അവസ്ഥ വളരെ കഷ്ടമായ ഒരവസ്ഥയാണ്. വളരെ ഗതികെട്ട ഒരവസ്ഥയാണ്. ആ അവസ്ഥയിലേക്കാണ് ഉത്തർപ്രദേശിലെ മുസ്ലിങ്ങൾ പോകുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങൾ അനുഭവിച്ച യാതനകൾക്ക് അവർ കണക്കു തീർത്തു യോഗിയോട്. അതിനുശേഷം യോഗിയുടെ നില തന്നെ പരിങ്ങലിലാണ്. യോഗിയുടെ ഭരണത്തിൽ കേന്ദ്ര നേതൃത്വത്തിന് വല്ലാത്ത അതൃപ്തിയുണ്ട്. മുസ്ലിങ്ങളെ പക്ഷേ മോദി നിരന്തരം വേട്ടയാടുന്നു. ആ വേട്ടയാടൽ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇദ്ദേഹം ഒരു സന്യാസിയാണെന്നാണ് വെപ്പ്. പക്ഷേ സന്യാസിക്ക് നിരക്കുന്ന പ്രവർത്തികളല്ല ഇദ്ദേഹത്തിൽ നിന്ന് ഉണ്ടാകുന്നത്. എന്തായാലും മുഹറവും കുളമാക്കി യോഗി.